രാഘവേട്ടാ, ഫോട്ടോ ഒക്കെ വളരെ നന്നായിട്ടുണ്ട് കേട്ടാ. സത്യാമേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദേ, സഹതാപമാണെങ്കിൽ പറയണ്ട. അതിപ്പോ കേൾക്കാനുള്ള ഒരു മൂടും എനിക്കില്ല. പറഞ്ഞാൽ അവിവേകമാണെങ്കിൽ പൊറുക്കണം. ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പറയുകയാണെന്ന് കരുതിയാ മതി. നാട്ടിൽ എനിക്ക് ചെറിയൊരു കൂരയുണ്ട്. ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്ന എന്റെ വീട്ടിൽ താമസിക്കാം. ഉള്ള സൗകര്യത്തിലൊക്കെ നമുക്കവിടെ താമസിക്കാം. ഒരാളും നിങ്ങൾ അവിടുന്ന് ഇറക്കി വിടില്ല. കുറച്ച് ദിവസങ്ങളായി ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഭാര്യയെ വിളിച്ച് ചോദിച്ചപ്പോ അവക്ക് 100 സമ്മതം. പിള്ളയുടെ മനസ്സിന് 100 നന്ദി. അങ്ങനെ പറയാൻ തോന്നിയല്ലോ. അല്ല, പിള്ളയുടെ വീട്ടിലിപ്പോ ആരൊക്കെയുണ്ട്? ഞാനും ഭാര്യയും 2 പെൺമക്കളും. പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? അതെ, ഇതൊക്കെ സത്യാമ്മയ്ക്ക് അറിയാലോ. അവർക്ക് കുട്ടികളുണ്ടെന്നും അറിയാലോ. അറിയാം. പിള്ളേ, അപ്പൊ പിന്നെ എങ്ങനെയാ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ വന്ന് നിൽക്കുന്നത്? എന്തായാലും പിള്ള ക്ഷണിച്ചല്ലോ, അതെന്നെ വലിയ സന്തോഷം. ആ, ഇനിയും നിങ്ങൾ രണ്ടുപേരും അകത്തെന്തെങ്കിലും ജോലി ഉണ്ടേ പോയി നോക്ക്. ഞാനും രാഘവേട്ടനും മുറ്റത്തെന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊന്ന് നിൽക്കട്ടെ. ചെല്ല്. രാഘവേട്ട, എന്താ ആലോചിക്കുന്നത്? ഇങ്ങനെ സ്നേഹം മാത്രം നെഞ്ചി കൊണ്ടു നടക്കുന്ന ഈ പിള്ളയെ പോലുള്ളവരെയൊക്കെ ഇന്നത്തെ കാലത്ത് മഷിട്ട് നോക്കിയാൽ പോലും കാണില്ല പാമേ. നമ്മളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമെന്നുള്ള വഴി ആലോചിച്ചുകൊണ്ട് നടക്കുക ആ പാവങ്ങള്. നമ്മുടെ കാര്യത്തിൽ അവർക്ക് വലിയ സങ്കടമുണ്ട്. എന്നിട്ടും നിനക്കൊരു കൂസലുണ്ടല്ലോ പാമേ. കൂസലുണ്ടായ വീടുണ്ടാവോ? പൈസ വരുവോ? അല്ല, നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുവോ? വരട്ടെ, 1-2 ദിവസം ഉണ്ടല്ലോ, നമുക്ക് അപ്പം നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. രാഘവേട്ട, എന്ത് സംഭവിച്ചാലും ഒരു കൂരയ്ക്ക് താഴെ നമ്മൾ രണ്ടുപേരും ഉണ്ടാവും. അത് ഞാൻ ഉറപ്പ് തരാം. രാഘവേട്ട, എല്ലാ ഫോട്ടോകളും നന്നായിട്ടുണ്ടേ.